Welcome to my channel. Now we are going to discuss about rights of a partner. 2024 ജൂണിൽ നടത്തിയ സേ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Show any two rights that a partner gets after the admission in partnership. ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന രണ്ട് റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ റൈറ്റ് കിട്ടുന്നതിന് അയാൾ എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ഇൻക്ലൂഷൻ ഓഫ് എ ന്യൂ പേഴ്സൺ ആസ് പാർട്ട്ണർ ടു ആൻ എക്സിസ്റ്റിംഗ് ഫേം ഈസ് കോൾഡ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. എക്സിസ്റ്റിംഗ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ. ഈ ദി ന്യൂ പാർട്ട്ണർ ഹു ജോയിൻസ് ദി ബിസിനസ് ഈസ് കോൾഡ് ഇൻകമിംഗ് പാർട്ട്ണർ. ആ പുതിയ പാർട്ട്ണറെ നമ്മൾ പറയുന്നത് ഇൻകമിംഗ് പാർട്ട്ണർ. ഓൺ അഡ്മിഷൻ ദി ന്യൂ പാർട്ട്ണർ റിസീവ്സ് ദി ഫോളോയിങ് റൈറ്റ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തൊക്കെയാണ് പുതിയ പാർട്ട്ണർക്കുള്ള റൈറ്റ്സ്. ഫസ്റ്റ് വൺ, എ റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ഫേം. സ്ഥാപനത്തിലുള്ള അസറ്റിന്റെ ഷെയർ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ, എ റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പൊ രണ്ട് റൈറ്റ് ആണ് പുതിയ പാർട്ട്ണർക്കുള്ളത്. എന്തൊക്കെയാണ്? റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ഓഫ് ദി ഫേം, രണ്ടാമത്തേത് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. പിന്നെ ഇതിനു വേണ്ടിയാണ് എന്തൊക്കെയാണ് കൊണ്ടുവരാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ അക്വിസിഷൻ ഓഫ് ദി റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഹി ഹാസ് ടു ബ്രിങ് ആൻ എഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ അസറ്റിന്റെ ഷെയർ കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കൊണ്ടുവരണം. സെക്കൻഡ് വൺ, ഫോർ ദി റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഹി ഈസ് ജനറലി റിക്വയർഡ് ടു ബ്രിങ് ഇൻ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടുന്നതിന് വേണ്ടി അയാൾ എന്ത് ചെയ്യണം? ഗുഡ് വില്ല് കൊണ്ടുവരണം. ഈ കൊണ്ടുവരുന്ന ഗുഡ് വിൽ എന്ത് ചെയ്യും? വിച്ച് ഈസ് ടു ബി ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ആ ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യും. As they sacrifice a part of their share of profit in favor of the incoming partner. ഇൻകമിംഗ് പാർട്ട്ണർക്ക് വേണ്ടി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കാം, റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ഓഫ് ദി ഫേം. അസറ്റിന്റെ ഷെയർ കിട്ടാനുള്ള റൈറ്റ് പുതിയ പാർട്ട്ണർക്കുണ്ട്. അതിനയാൾ കൊണ്ടുവരുന്നത് എന്താണ്? ക്യാപിറ്റൽ കൊണ്ടുവരും. സെക്കൻഡ് വൺ, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ബിസിനസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനുവേണ്ടി കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് ഗുഡ് വിൽ. ഈ ഗുഡ് വിൽ എന്ത് ചെയ്യുന്നു? ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യുകയും ചെയ്യും.